ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അതിനായി 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പട്ട, കരയാമ്പ്, ഏലക്ക എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 5 സവാള കട്ട് ചെയ്തത്, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം വഴന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി പാതി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഗാർലിക്കും കൂടെ, അതായത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും ചേർത്ത് ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഞാനിവിടെ 3 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചമുളക് ആദ്യം തന്നെ ഇടണ്ട, ഈ സമയത്ത് ഇട്ടാൽ മതി. ഇനി ഞാൻ 1.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. കാര്യം നന്നായിട്ട് വഴന്ന ഗ്രേവി ആയതുകൊണ്ട് പച്ചവെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുട്ട ഇതേപോലെ ഓരോ ബൗളിൽ പൊട്ടിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടുമ്പോൾ കുറച്ച് നല്ലതാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ പൊട്ടിച്ചിട്ടിട്ട് പതുക്കെ ഒന്ന് മൂടി, ഉടനെ തന്നെ ഇളക്കരുത്, മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നോക്കുമ്പോൾ ഇത് ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ടാവും. ഒന്ന് കുറച്ചും കൂടെ ഒരു 10 മിനിറ്റും കൂടെ ഇതേപോലെ ഇരിക്കണം. ഒരു 10 മിനിറ്റും കൂടി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ എല്ലാം നല്ലോണം പാകമായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മേലിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.